നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഉപ്പുവെള്ളം കയറാതിരിക്കാൻ തടയണ കെട്ടി സംരക്ഷിച്ചത് സാമൂഹ്യദ്രോഹികൾ നശിപ്പിച്ചതായി പരാതി. മോർണിംഗ് സ്റ്റാർ തിരൂർ ഇഫ്താർ സംഗമം നടത്തി. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിലെ NSS വോളണ്ടിയർമാർ പഠനയാത്രയുടെ ഭാഗമായി കേരള കലാമണ്ഡലം സന്ദർശിച്ചു. മംഗലം പഞ്ചായത്ത് UDF കമ്മിറ്റി സംഘടിപ്പിച്ച മാനവ സൗഹൃദ സദസ്സ് KPCC അംഗം അഡ്വക്കേറ്റ് AM രോഹിത് ഉദ്ഘാടനം ചെയ്തു. മാനവികതയുടെ സന്ദേശം പ്രചരിപ്പിക്കണം. വിസ്ഡം ജില്ലാ ഓറിയന്റേഷൻ മീറ്റ്. ആശ്രിതർക്ക് അത്താണിയും നിരാലംബർക്ക് കൈത്താങ്ങുമായി എടക്കുളം മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ UAE കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന 13ാമത്തെ വീടിന്റെ കട്ടിലവെക്കൽ കർമ്മം നിർവഹിച്ചു. വിശദമായ വാർത്തകൾ. ചെറിയമുണ്ടം പഞ്ചായത്തിലെ 12ാം വാർഡിലെ ഉപ്പുവെള്ളം കയറാതിരിക്കാൻ കെട്ടിയ തടയണ നശിപ്പിച്ചതായി പരാതി. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് തടയണ നശിപ്പിച്ചത്. ഇപ്പോൾ ഈ പ്രദേശത്ത് ഉപ്പുവെള്ളം കയറിയിരിക്കുന്നു. തൊട്ടടുത്തുള്ള കിണറുകളിൽ ഉപ്പുവെള്ളമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 12ാം വാർഡ് മെമ്പർ മുനീറിന്നാസ് ടീച്ചർ കൽപ്പകഞ്ചേരി പോലീസിൽ പരാതി കൊടുക്കുകയും പോലീസ് സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് പോലീസ് പറഞ്ഞു. വെട്ടം ന്യൂസ്, ചെറിയമുണ്ടം. മോർണിംഗ് സ്റ്റാർ തിരൂർ സംഘടിപ്പിച്ച ഇഫ്താർ സൗഹൃദ സംഗമം ട്രസ്റ്റ് പ്ലാസയിൽ തിരൂർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ രമേശ് ഉദ്ഘാടനം ചെയ്തു. മുഖ്യ രക്ഷാധികാരി അഡ്വക്കേറ്റ് ഷമീർ പയ്യനങ്ങാടി അധ്യക്ഷത വഹിച്ചു. മോർണിംഗ് സ്റ്റാർ സൗഹൃദ സംഗമം നമ്മുടെ മുനിസിപ്പൽ ഗ്രൗണ്ടിലെ എല്ലാ രാവിലെയും കൂടാറുണ്ട്. അവർ ഒരു വാക്കിംഗ് കം എക്സസൈസൊക്കെ ആയിട്ട് ആ കൂട്ടായ്മ നിലനിർത്തി കൊണ്ടുവരുന്ന ഇവിടുത്തെ ആരോഗ്യ പരിപാലനം ശ്രദ്ധിച്ചു വരുന്ന ഒരു കൂട്ടം ആളുകളുടെ ഗ്രൂപ്പാണെന്ന് മനസ്സിലായി. അതിൽ കൂടുതൽ എന്തെങ്കിലും ചാരിറ്റി മറ്റുമൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്തായാലും ഇങ്ങനെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചതിന് വലിയ നന്ദി. ഇത് 2ാമത്തെ പ്രോഗ്രാം മറ്റാണെന്ന് തോന്നുന്നു ഞാൻ തിരൂർ വന്നതിന് ശേഷം. എൻ്റെ പേര് രമേശ് എന്നാണ്. തൃശ്ശൂരാണ് വീട്. ഞാൻ വരുന്നത് തൃശ്ശൂർ പാവർട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഇലക്ഷൻ ട്രാൻസ്ഫറായിട്ട്. ഞാൻ കഴിഞ്ഞ 7 വർഷമായിട്ട് കൃത്യമായി റംസാൻ നോമ്പ് എടുക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചടങ്ങുകൾക്ക് വിളിക്കുമ്പോൾ എന്തായാലും വരാനും വലിയ താല്പര്യം അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. നോമ്പ് തുറക്കുന്ന സമയമായി. ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് നിങ്ങളുടെയൊക്കെ അനുമതിയോടുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഷെബീബ് അസോസിയേറ്റ് സ്വാഗതം പറഞ്ഞു. ചീഫ് ഇൻസ്ട്രക്ടർ ഈസ് മാസ്റ്റർ, തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ബാവ, വേണു മാസ്റ്റർ, KPO റഹ്മത്തുള്ള, സിദ്ദിഖ് വാൽക്കേഴ്സ്, വാഹിദ് ആംസ്ട്രോങ്, പ്രേമൻ, KM നൌഫൽ, ആസിഫ്, ഷഹീർ ബാബു, സിയാദ് വെൽക്കം, ഫാറൂഖ് റഹ്മാൻ, റെയിൻബോ റഷീദ്, VKC അബ്ദുറഹ്മാൻ, ഷറഫു ICB, റാഷിദ് മാസ്റ്റർ, അഡ്വക്കേറ്റ് റാഫലോ ഹാഫിസ്, റഫീഖ് പുല്ലുണി, റൌഫ്, വിജേഷ്, അനീഷ് അലി, ഹാരിസ്, നിസാർ പൂക്കേൽ, സുനിൽ കുമാർ, നൌഷാദ് മുണ്ടത്തോട്, ഷാഫി ആലത്തൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജനറൽ സെക്രട്ടറി മുജീബ് റഹ്മാൻ മാണ്ടി നന്ദി പറഞ്ഞു. വെട്ടം ന്യൂസ്, തിരൂർ. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിലെ NSS വോളണ്ടിയർമാർ പഠനയാത്രയുടെ ഭാഗമായി കേരള കലാമണ്ഡലം സന്ദർശിച്ചു. NSS കോർഡിനേറ്റർ ഡോക്ടർ K ബാബുരാജൻ, പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ P ശ്രീദേവി എന്നിവർ നേതൃത്വം നൽകി. ും  .
മണ്ഡലത്തിൽ നടന്ന കഥകളി സോദാഹരണ ക്ലാസ് ഡോക്ടർ സുദീപ് മോഹൻ നയിച്ചു. നിരഞ്ജന, അനില, സാഗർ, അഞ്ജലി എന്നിവർ കൂടിയാട്ടം അവതരിപ്പിച്ചു. ചടങ്ങിന് ഡോക്ടർ കെ ബാബുരാജൻ സ്വാഗതവും PS ദാത്രിയ നന്ദിയും പറഞ്ഞു. പഠനയാത്രയിൽ 50ഓളം പേർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, തിരൂർ. മംഗലം പഞ്ചായത്ത് UDF കമ്മിറ്റി സംഘടിപ്പിച്ച മാനവ സൗഹൃദ സദസ്സ് KPCC അംഗം അഡ്വക്കേറ്റ് AM രോഹിത് ഉദ്ഘാടനം ചെയ്തു. മംഗലം പഞ്ചായത്ത് UDF ചെയർമാൻ സലാം താണിക്കാട് അധ്യക്ഷത വഹിച്ചു. വളരെ വലിയ ഊർജ്ജസ്വലമായിട്ടുള്ള സ്വീകരണങ്ങൾ, വളരെ ഉന്മേഷമുണ്ടാക്കുന്ന ആവേശമാണ് ഞാൻ അന്ന് ഇവിടെ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ ഭരണമാറ്റം സാധ്യമാക്കണം. അതിനാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതിന് UDFന് മാത്രമേ കഴിയൂ. UDFനും ഇന്ത്യ അലയൻസിനുമേ കഴിയൂ. കാരണം ഇന്ത്യയിൽ ഇന്ന് പകരം വെക്കാൻ പോകുന്ന ഒരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇവരെ ഇറക്കാൻ ഒരു പ്രധാനമന്ത്രിയായി നമുക്ക് ഉയർത്തിക്കാട്ടാൻ ഒരേ ഒരാളെ ഈ രാജ്യത്തുള്ളൂ, അത് രാഹുൽ ഗാന്ധി മാത്രമാണ്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഞാൻ നിങ്ങൾക്കിടയിലുള്ള ഒരാളാണ്. ഞാനിവിടെ MLA ആയി MP ആയിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നെ വിലയിരുത്തി കാണും. കഴിഞ്ഞ ലോക്സഭ മലപ്പുറത്ത് നിന്ന് ലോക്സഭയിലെത്തിയ ശേഷം 2.5 കൊല്ലം എൻ്റെ പ്രവർത്തനങ്ങൾ, എൻ്റെ അറ്റൻഡൻസ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ പുറത്തു വിട്ടിരുന്നു. 96ആണ്. മലയാളി MP-മാരിൽ 1-ാമതാണ്. അതേമാതിരി മണ്ഡലത്തിലെ ജനങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ള ചാനലുകളുടെ സർവേകൾ വന്നിരുന്നു. അതിലും 1-ാം സ്ഥാനത്താണ്, 98%. ഇതൊക്കെ നിങ്ങൾ വിലയിരുത്തി കാണും. കരിപ്പൂര് പോലുള്ള വിഷയങ്ങളിൽ സിദ്ദിഖ് അലി രാങ്ങാട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. പൊന്നാനി പാർലമെന്റ് UDF സാരഥി ഡോക്ടർ MP അബ്ദുസമദ് സമദാനി വോട്ട് അഭ്യർത്ഥിച്ച് സംസാരിച്ചു. അനിത കിഷോർ, M അബ്ദുള്ളക്കുട്ടി, അഡ്വക്കേറ്റ് P നസറുള്ള, CM പുരുഷോത്തമൻ മാസ്റ്റർ, CMT സീതി, AK സലീം, CP കുഞ്ഞുട്ടി, PP സൈദാലു, MGM ഗഫൂർ, VP മൊയ്തീൻ കോയ, സലീം കൂട്ടായി, KP ആമീൻ, CP റാഫി, KP മാനു, അഹമ്മദ് കുട്ടി മാസ്റ്റർ, R ഷിനാബ്, CM ഹസൻ, അനീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വെട്ടം ന്യൂസ്, മംഗലം. ആശ്രിതർക്ക് അത്താണിയും നിരാലംബർക്ക് കൈത്താങ്ങുമായി എടക്കുളം മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ UI കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന 13ാമത്തെ വീടിന്റെ കട്ടില വെക്കൽ കർമ്മം നിർവഹിച്ചു. 2023 വർഷ ബജറ്റിലെ അവസാന വീട് നിർമ്മാണവും ഇതോടെ യാഥാർത്ഥ്യമാകും. 2016 ആരംഭിച്ച പദ്ധതി 10 വർഷം പൂർത്തിയാകുമ്പോഴേക്കും മഹലിലെ എല്ലാവർക്കും വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാകുമെന്നാണ് കമ്മിറ്റിയുടെ കണക്കുകൂട്ടൽ. 2024 15 പുതിയ വീട് നിർമ്മിക്കാൻ തീരുമാനമുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. എടക്കുളം സൗത്തിൽ നടന്ന കട്ടിലവെക്കൽ കർമ്മം റാഫി ദാരിമി പല്ലാർ നിർവഹിച്ചു. UAE മഹല്ല് മുഖ്യ രക്ഷാധികാരിയും എടക്കുളം മഹല്ല് ജോയിന്റ് സെക്രട്ടറിയുമായ CP മുഹമ്മദ്, ജനറൽ സെക്രട്ടറി C കരീം ഹാജി, ട്രഷറർ U അബ്ദുറഹിമാൻ ഹാജി, കോർഡിനേറ്റർ VK ഹാറൂൺ റഷീദ്, UAE കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KP ജലീൽ, ബഷീർ ചക്കാലിപ്പറമ്പിൽ, CK സമദ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. എടക്കുളം മഹല്ല് കമ്മിറ്റി പ്രവർത്തകരായ C അബൂബക്കർ, CP നാസർ, NV മുഹമ്മദ് അലി, CV മനു ഹാജി, അലിക്കുട്ടി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, വെട്ടം. വംശീയതയും വർഗീയ ചിന്തകളും വർദ്ധിച്ചു വരുന്ന ലോകത്ത് മാനവികതയുടെ സന്ദേശം പ്രചരിപ്പിക്കാൻ വിശുദ്ധ റമദാൻ വിശ്വാസികൾക്ക് പ്രചോദനമാകണമെന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ സമിതി ആലത്തൂർ ദാറുൽ ഖുർആനിൽ സംഘടിപ്പിച്ച ജില്ലാ ഓറിയന്റേഷൻ മീറ്റ് ആഹ്വാനം ചെയ്തു. കടുത്ത വേനൽ ചൂട് അനുഭവിക്കുന്ന ഈ സന്ദർഭത്തിൽ പക്ഷികൾ ഉൾപ്പെടെയുള്ള ജീവികൾക്ക് ആശ്വാസം ലഭിക്കുന്ന വിധമുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും സംഗമം ആവശ്യപ്പെട്ടു. റമളാനിനു ശേഷം ശാഖാതലങ്ങളിൽ കുടുംബ സംഗമങ്ങൾ, മഹല്ല് സംഗമങ്ങൾ എന്നിവ സംഘടിപ്പിക്കും. ആലത്തൂർ ദാറുൽ ഖുർആൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ലജ്നത്തുൽ ബഹൂസുൽ ഇസ്ലാമിയ സംസ്ഥാന പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ ഉദ്ഘാടനം ചെയ്തു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി ഹനീഫ ഓടക്കൽ അധ്യക്ഷത വഹിച്ചു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി TK അഷ്റഫ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബൂബക്കർ സലഫി, ആസിഫ് സ്വാലിഹി, കരീം മാസ്റ്റർ പറപ്പൂർ, നൂറുദ്ദീൻ താനാളൂർ, ഹമീദ് MCC, മുജീബ് മദനി ഒട്ടുമേൽ എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. ഇഫ്താർ സംഗമത്തിൽ സമൂഹത്തിന്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, തിരൂർ. ഇതോടെ പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.